ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, എള്ളുണ്ടയാണ് കേട്ടോ. അപ്പോൾ എള്ളുണ്ട സാധാരണ ഒരു എള്ളുണ്ടയല്ല നമ്മൾ ഉണ്ടാക്കിയത്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എള്ളുണ്ട ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി. അപ്പോൾ എള്ളുണ്ടയുടെ ഗുണങ്ങൾ എന്തായാലും എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. കാരണം മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ അതിന് നമ്മൾ എള്ളെന്ന് പറഞ്ഞാൽ മുടി പൊഴിച്ചിൽ, അതുപോലെ നമ്മുടെ സ്കിന്നിന് ഇതെല്ലാം എള്ള് നല്ലതാണ്. ഞാനിതിപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഡെലിവറി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലൊക്കെ അറിയാം, ഒരു 3 മാസമുള്ളൊരു കുഞ്ഞുണ്ട്. അപ്പോൾ 2 മാസം വരെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടി നന്നായിട്ട് കൊഴിയാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പാല് അല്ലേ, കുഞ്ഞിന് പാല് കൊടുക്കുന്നതാണ്. അപ്പോൾ പാല് നന്നായിട്ട് ഉണ്ടാവാനും എള്ള് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ടയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിനി ഒന്ന് നോക്കിയാലോ, വാ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ എള്ളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എള്ളിൽ ധാരാളം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എള്ള് നന്നായിട്ട് കഴുകിയിട്ടെടുക്കണം. കഴുകി നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. പിന്നെ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ്, അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേപ്പില കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം പച്ചമണമെല്ലാം മാറി നല്ല ഫ്രൈ ആയിട്ടിരിക്കണം. അതിനുശേഷം നമുക്ക് തേങ്ങ ഇടുക. തേങ്ങയെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബദാമാണ്. ബദാം അല്ലെങ്കിൽ നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയോ അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബദാം കൂടി എടുത്തിട്ട് നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. കൂടുതൽ ഹെൽത്തി ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നട്ട്സോ കപ്പലണ്ടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എള്ളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ എള്ള് മൊത്തത്തിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എള്ള് പൊട്ടുന്ന സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. എള്ള് കരിഞ്ഞു പോകാതിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്യാനായിട്ട്. എള്ള് വാങ്ങിക്കുമ്പോൾ നല്ല എള്ള് നോക്കി വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ ഭയങ്കര കയ്പും തരികളും അഴുക്കും ഒക്കെ കാണും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല എള്ള് തന്നെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എള്ളിപ്പോൾ ഏകദേശം ഒക്കെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം തന്നെ മതി, അധികം സമയമൊന്നും വേണ്ട ആവശ്യമില്ല ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശർക്കര പാനിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു കട്ട ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം. നല്ല രീതിക്ക് തന്നെ പാലിയായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ പാനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ രീതിയിലൊന്ന് കുറുകി വരണം. അതായത് ഒത്തിരി വെള്ളം പോലെയൊന്നും ആയിരിക്കരുത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം, ഞാനിവിടെ ചെയ്ത പോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പാനിയുടെ അകത്തോട്ട് എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. എള്ളും ആ പൊടിച്ച തേങ്ങയും ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ബോൾസാക്കി എടുക്കണം. നല്ല പിടി പിടിച്ച് ബോൾസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചൂടിൽ തന്നെ പിടിച്ചെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു കട്ടി കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തളർന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ കൈവെള്ളയിലിട്ട് തന്നെ, ഭയങ്കര ചൂടായിരിക്കും, എന്നാലും നമ്മൾ മാക്സിമം അങ്ങനെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആറിപ്പോവരുത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ എള്ളുണ്ടയുടെ വലിപ്പം അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറിയ ബോൾസായിട്ട് നമ്മൾ എടുക്കുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കപ്പലണ്ടി ക്രഷ് ചെയ്തിട്ടിടണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കാണാനും ഒക്കെ ഒരു ഭംഗിയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കട്ടൻ ചായയൊക്കെ ആയിട്ട് കുടിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വളരെ ഹെൽത്തിയായ പലഹാരമാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മുടി കൊഴിച്ചിൽ അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് എള്ള് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ആ ഒരു 1/4 കിലോ എള്ള് കൊണ്ട് ഇത്രയും തന്നെ എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഒരു രീതിക്ക് എള്ളുണ്ട ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ എള്ളുണ്ട കഴിച്ച് നോക്കാൻ പോവാം കേട്ടോ. ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. കുറച്ചുകൂടി ക്രിസ്പി ആയിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്.
നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് കഴിയുമ്പോൾ ചെറിയൊരു കയ്പ്പും കാര്യങ്ങളൊക്കെ തോന്നും. നമുക്ക് ഇതിനൊരു കയ്പ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നുന്നില്ല.